പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താൻ വിടവാങ്ങി. 90 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപക ഡയറക്ടറായിരുന്നു. രാജ്യം പത്മശ്രീയും പത്മവിഭൂഷണും നൽകി ആദരിച്ച MS വല്യത്താന്റെ അന്ത്യം മണിപ്പാൽ ആയിരുന്നു. വിവരങ്ങളുമായി രാഹുൽ ജി നാഥ് ചേരുന്നു. രാഹുൽ, വളരെ വിടവുണ്ടാക്കുന്ന ഒരു വിയോഗം എന്ന് നമ്മൾ എല്ലാ വിയോഗത്തെയും പറയുമെങ്കിലും ഇക്കാര്യത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. കാരണം ഏതൊരാൾക്കും ഓർമ്മ വെച്ച നാൾ മുതൽ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരേ ഒരു പേരായിരുന്നു. എങ്ങനെയായിരുന്നു അന്ത്യം സംഭവിച്ചത്? എപ്പോഴായിരുന്നു? ഇന്നലെ രാത്രി 9:15 മണിപ്പാലിലാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുണ്ടായിരുന്നു. മോദി സൂചിപ്പിച്ചതുപോലെ ഹൃദയ ശസ്ത്രക്രിയാ രംഗത്തും ഒപ്പം ചികിത്സാ രീതികളിൽ മാത്രമല്ല അതിനോടനുബന്ധിച്ചുള്ള ചികിത്സാ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ബയോമെഡിക്കൽ രംഗത്തും പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ്. നമ്മൾ ഇന്ന് അഭിമാനമായി കൊണ്ട് നടക്കുന്ന ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് അന്നത്തെ മുഖ്യമന്ത്രിയായ അച്യുതമേനോൻ്റെ നിർദ്ദേശപ്രകാരം അത് സ്ഥാപിക്കാനും അതിൽ ആ ഒരു പ്രവർത്തനത്തിൽ മുന്നിട്ട് നിൽക്കാനും ഒപ്പം അതിന് സ്ഥാപക ഡയറക്ടറായും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് ബയോമെഡിക്കൽ രംഗത്ത് ഈ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ നിർമ്മിച്ചു. അതാണ് നിലവിൽ ഇപ്പോൾ ഈ രാജ്യമെങ്ങും ഉപയോഗിക്കുന്ന ചിലവ് കുറഞ്ഞ ഉപകരണങ്ങളായി അംഗീകരിക്കപ്പെട്ടത്. അത്തരത്തിൽ വലിയൊരു ഈ മെഡിക്കൽ രംഗത്ത് വലിയ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ് നഷ്ടപ്പെടുന്നത്. കൂടാതെ മെഡിക്കൽ കോളേജിൽ ആദ്യ ബാച്ചുകാരനാണ്. മാവേലിക്കര രാജകുടുംബത്തിൻ്റെ അംഗമാണ്. അത്തരത്തിൽ പ്രവർത്തിച്ച മേഖലയിൽ കഴിവ് തെളിയിച്ചു. അതിൻ്റെ ഭാഗമായി രാജ്യം ആദരിച്ചു. പത്മവിഭൂഷണും പത്മശ്രീയും നൽകി ആദരിച്ചു. അത്തരത്തിൽ മെഡിക്കൽ രംഗത്ത്, ചികിത്സാ രംഗത്ത് പുതിയ വഴികൾ വെട്ടിത്തുറന്നു, ജനകീയനായി. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പ്രവർത്തിച്ച മണ്ഡലത്തിൽ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ബയോമെഡിക്കൽ രംഗത്ത് കൂടി, അത് ചികിത്സാ രീതികളിൽ കൂടി, അത് ചികിത്സാ ഉപകരണങ്ങൾ ചിലവ് കുറഞ്ഞ ചികിത്സാ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ കൂടി അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഈ അലോപ്പതിക്കൊപ്പം തന്നെ ആയുർവേദവും അദ്ദേഹം പഠിച്ചു. അതിൻ്റെ ഗുണവശങ്ങൾ എത്തരത്തിൽ മെഡിക്കൽ രംഗത്ത് ഉപയോഗപ്പെടുത്താം എന്നുള്ള തരത്തിലൊക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ്. എന്തായാലും വലിയ വിയോഗമാണ് മെഡിക്കൽ രംഗത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വിയോഗം ഉണ്ടാക്കുന്നത്. മോത്തി. ശരി രാഹുൽ.